പൂക്കാനും കായ്ക്കാനും ഉള്ളവരുള്ള ഒരു തക്കാളിക്കും പിന്നെ ഈ വെണ്ടക്കും മുളകിനും കൂടി കുറച്ച് വളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് വളം ഇട്ട് കൊടുക്കാൻ വേണ്ടി ഈ സ്ലറി ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി വേണ്ട. കണ്ടില്ലേ, ഇതാണ് സ്ലറി. കണ്ടില്ലേ നിങ്ങൾ? കണ്ടില്ലേ? ഇതാ ഇത് വേണ്ടല്ലോ, ഇത് ഇട്ടോട്ട്. ഇത് കുറച്ച് ഒഴിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുണ്ടല്ലേ, ഇതെല്ലാറ്റിനും കുറേശ്ശെ ഒഴിച്ച് കൊടുക്കട്ടെ. ഇതാണ് പൂക്കാരം നല്ലോണം കായ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, കായ് വിറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുന്നത്. കേട്ടോ, എന്താ ഇതേപോലെ ഒഴിച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. ഇത് നല്ലൊരു വളമാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ട നല്ല പറപ്പും നല്ല ഇതും ഉണ്ടാവും. നല്ലൊരു വളമായിട്ട്. കാട് കയറി മൂടിപ്പോയി. ഇത് കാട് കയറി മൂടിപ്പോയി. അത് നമ്മൾ അടുക്കള വേസ്റ്റും ഇത് എന്തെല്ലാം കൊണ്ടാണെന്നറിയാം. അടുക്കള വേസ്റ്റ്, സീമക്കൊന്ന, പിന്നെ മറ്റേ ചാണകം, പിണ്ണാക്ക്, വേപ്പ് പിണ്ണാക്ക്, ഇതെല്ലാം കൂടിയിട്ടുള്ള വളമായത്. ഇത് എന്തിനാ ഇത് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിപ്പം ഇനിയിപ്പം കായ് എല്ലാം നല്ല വണ്ണം വെക്കും. കായ് വണ്ണം വെക്കുകയും ചെയ്തു. കായ് വണ്ണം വെക്കാനെല്ലാം വേണ്ടി എല്ലാം ഇപ്പോൾ കാട് കയറി മൂടിപ്പോയി. ഇതെല്ലാം ഇപ്പോൾ കാട് പറിച്ച് വൃത്തിയാക്കണത്രേ. ആണെങ്കിൽ അതാണിപ്പം ഉള്ളത്. ഇല്ലേ, ഇപ്പം ഞാനിനിയിപ്പം ഇത് തക്കാളി കൊയ്ക്കിട്ട് മറ്റേ മുളകിന് കൂടി ഒഴിച്ച് കൊടുക്കണം. മുളക് കാണുമെന്ന് പറയുന്നില്ല, അത് മാറ്റി വെക്കേണ്ടി വരും. ആ കാടായിട്ട് മുറിഞ്ഞ് എന്താ ഇതെല്ലാം തേച്ച് വൃത്തിയാക്കേണ്ടതാണ്. ഉണ്ടല്ലേ, ഇപ്പം തക്കാളിക്കാണ് ഇപ്പോൾ ഒഴിക്കുന്നത്. തക്കാളി ഒഴിച്ച് കഴിഞ്ഞ് ഇതെല്ലാം പൂണിങ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ മണ്ടയെല്ലാം പഴുപ്പ് വന്നതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് വൃത്തിയാക്കണം. ചോട് വൃത്തിയാക്കണം. എന്നാൽ മാത്രമേ നന്നാവില്ല. ഇതിൽ പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും എല്ലാം ഉണ്ട്. ഇതിൽ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടില്ല. ഇതാണ് ഇത്. കുറച്ചടുത്ത് പോയി ഇതൊന്ന് എടുത്ത് മേലെ വെക്കേണ്ടി വരുന്നുണ്ടോ. അതെടുത്ത് മേലെ വെച്ചിട്ട് ഇതൊന്ന് ദൂരെ ആക്കണം. ഇതെടുത്തിട്ട് ഇതിൻ്റെ മേലെ വെക്കട്ടെ. ഉണ്ടല്ലേ, എന്നാലേ ഇപ്പോഴും അടുത്ത് പോയി, അടുത്ത് പോയി. അതുകൊണ്ട് കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കണം, അല്ലെങ്കിൽ ഭയങ്കര വിഷമം. ഉണ്ടല്ലേ, ഇതിപ്പോൾ ഞാൻ ആ മുളകിന് ഒഴിച്ച് കൊടുക്കട്ടെ. തക്കാളിക്ക് ഒഴിച്ചു, വെണ്ടയ്ക്ക് ഒഴിച്ചു. ഇനിയിപ്പോൾ ആ മുളകിന് ഒഴിക്കണം. വെണ്ട കാടി വെച്ചിട്ടില്ല. കണ്ടില്ലേ, വെണ്ടയ്ക്ക് ഒഴിച്ചു. ഇനിയിപ്പം ആ മുളകിന് കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് ഇട്ട് മുളകിന് ഒഴിക്കട്ടെ. കുറച്ചടുത്ത് പോയി വെച്ചതല്ല. ഇപ്പം എല്ലാത്തിനും ഒഴിച്ച് കൊടുക്കും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ മുളകെല്ലാം പൂത്ത് തുടങ്ങി, നല്ലപോലെ പൂത്ത് തുടങ്ങി. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വളം കൊടുത്തു കഴിഞ്ഞാൽ കായ് നല്ല ഉഷാറായിട്ട് കായ് നല്ല പൂ അങ്ങനെ നല്ലപോലെ പൂ നിൽക്കുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. പൂക്കുന്ന സമയത്ത് ഇത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടു കൊടുക്കണം. അതാണ്, എന്നാലേ ഇത് ഉഷാറായിട്ട് വരുള്ളൂ. ഇത് കാടായിട്ട് കാട് കയറിപ്പോയി. ഈ കാടിലിപ്പം എന്തെങ്കിലും ചെയ്യാണ്ടിപ്പോൾ ശരിയാവില്ല. ഇപ്പോൾ പിന്നെ 5-6 വെണ്ടക്ക പറിക്കാനുണ്ട്. അത്രയും നട്ടിട്ടുള്ളൂ, 5-8 നട്ടിട്ടുള്ളൂ. അതിൻ്റെ ഓരോ വെണ്ടയ്ക്കുണ്ടാവും പറിക്കാൻ. അതൊന്ന് പറിക്കട്ടെ. ഓരോന്നേ പറിക്കാനോ. ഇന്നലെ പറിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദിവസവും ദിവസം പറിക്കും. എന്നാൽ ഇതെന്ന് വെച്ചാൽ മൂത്ത് പോകില്ല. അല്ലെങ്കിൽ 1-2 വെക്കുമ്പോഴേക്ക് തന്നെ മൂത്ത് പോകും.
അതുകൊണ്ടാണ് ഒന്നരാടും പറിക്കാതെ ദിവസം പറിക്കുന്നത്. ദിവസവും ഇന്നലെ പറിച്ചു, ഇന്നും പറിച്ചു, ഇനിയിപ്പം നാളെയും പറിക്കാനുണ്ടാവും. ദിവസവും പറിക്കണം. വേണ്ട അത്രേ വെണ്ട അത്ര നട്ടിട്ടില്ല. നമ്മളെ സ്വന്തം ആവശ്യത്തിന് മാത്രമേ നട്ടിട്ടുള്ളൂ. വെണ്ട പാട് നട്ടിട്ടില്ല. ഇല്ല, അത് മൂത്തുപോയി. ഒരു ദിവസം തെറ്റിയാൽ വെണ്ടക്ക ഉണ്ടാവില്ല. അല്ല, വെണ്ടക്ക പൊരിക്കും. ഓരോന്നേ കിട്ടുള്ളൂ. വെണ്ടക്ക ആയില്ല 2-3 നാളത്തുമ്മേലെ ആയില്ലു. അത് ഞാനിപ്പം പറിച്ചു. ഇത് കണ്ടല്ലേ, ഇതാ ഇപ്പം ഇന്നലെ പറിച്ച് പിന്നെ ഇത് അത്രേ ഉള്ളൂ. അതൊന്ന് ഒഴിഞ്ഞു പോയതാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ 2-3 എണ്ണത്തിൻ്റെ ഉള്ളൂ. അതാണ് ഞാനിതിപ്പം പറിക്കാൻ കാരണം. ഇനിയിപ്പം പയറും ഇന്നലെ പറിച്ചതായിരുന്നു. എന്നാലും പയറുണ്ട് മൂത്തത് ചിലത് കാണും. അത് ഞാൻ 3-4 എണ്ണത്തിൻ്റെ ആയിണ്ട്. എല്ലാം ഒന്നും തേച്ചൊന്നും ആയില്ല. തേച്ചു ആയാലേ കുറേ ഉണ്ടാവുമല്ലോ. ഉണ്ടല്ലേ, ഇതാ പയർ പറിക്കട്ടെ. ഇതാ പയർ, ഇത് വേണ്ട, പയറായി ഇല്ലേ. എല്ലാമേലൊന്നും ആയില്ല. ഒരു 5-6 പയറുമ്മേൽ മാത്രമേ പയറായിട്ടുള്ളൂ. ബാക്കി ആവണത്രേ. ഇപ്പം ഇതിപ്പോൾ ഇങ്ങോട്ട് നോക്കട്ടെ. ഇങ്ങോട്ടാണ് ഉള്ളത്. എന്താ പരിക്കട്ടെ, ഇതും പരിക്കട്ടെ. ഇത് വേണ്ട. ഇതെല്ലാം ഇന്ന് പറിച്ചാൽ മറ്റന്നാൾ പരിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ പിന്നെ അതിൽ മൂത്ത് പോകും. മൂക്കാണ്ടിക്കണ്ടെങ്കിൽ ഒന്നരാടം പരിക്കണം. ഇന്ന് പറിച്ച് മറ്റന്നാളേക്ക് പരിക്കണം. 2 ദിവസത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് മൂക്കും. അങ്ങനെയുണ്ട് ഈ പയറിനും. ഇതെല്ലാം കയ്പ്പൊക്കെ ആണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് പറിച്ചാൽ കുഴപ്പമില്ല. അത് പിന്നെയും അവിടെ നിൽക്കും. പരിക്കട്ടെ. ഇന്നലെ പറിച്ചതാണ്. പിന്നെ നിങ്ങളൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ്. പറിച്ചു എന്നുള്ളത് കാണിക്കാന്ന് വെച്ചിട്ടാണ്. ആയി വരുന്നേ ഉള്ളൂ. 2 ദിവസം കഴിയണം, എന്നാലും മാത്രമേ ആവുള്ളൂ. കയ്പ്പൊക്കെ ഒന്നും ആയിട്ടില്ല. കയ്പ്പൊക്കെ ഒറ്റൊന്നേ ആയിട്ടുള്ളൂ. ഇത് കണ്ടില്ലേ, ദിവസവും ഇപ്പോൾ അത്രയും പറിക്കാനായില്ലോ. ഞാൻ ആദ്യം ഒരു 2-3 തൈയോളം നട്ടിയാണ്. പിന്നെ രണ്ടാമത് നട്ടതാണ്. അതുകൊണ്ട് എല്ലാം ഒന്നിച്ച് പറിക്കാനില്ല. ഇതാ ഇത്ര പോരാ ഇങ്ങനത്തെ വിളവെടുപ്പാണ് ഇത്. ഉണ്ടല്ലേ, ഇത്ര പോരാ. വെണ്ടക്കയും പയരും എല്ലാം കൂടി ഇന്നത്തെ കറിവേപ്പിനായില്ലേ. ഒരു കൈപ്പൊക്കയും കിട്ടി. കൈപ്പൊക്കയെല്ലാം ആവുന്നുണ്ട്, കുത്തുന്നുണ്ട്. പിന്നെ താലോലി എന്ന് പറയുന്നത് ഇന്നലെ ഞാൻ 3-4 എണ്ണം പറിച്ചിന്. പക്ഷേ അത് കുത്തിയിട്ടിന്, അതുകൊണ്ട് കെട്ടുപോയിന്. ഈ ഈച്ച കുത്തുന്നുണ്ട്. ആ ഈച്ചക്ക് ഒരു കെണി വെക്കണം. അത് വെച്ചാൽ മാത്രമേ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത്ര പേരെ കിട്ടി. നമ്മളെ കറി വെക്കാനായില്ലേ. അതുകൊണ്ട് വെണ്ടക്കയായി, കയ്പ്പൊക്കെയായി, ഇതുമായി. ഇത്ര പേരെ കിട്ടിയല്ലോ. ഇനി ആവണത്രേ. എല്ലാം ആയിക്കഴിഞ്ഞാൽ നല്ലോണം ഉണ്ടാവും. നമുക്ക് ഇപ്പം നമ്മളെ സ്വന്തം ആവശ്യത്തിന് ദിവസവും പരിക്കാൻ കിട്ടുന്നുണ്ട്, കറി വെക്കുന്നുണ്ട്. ഇതിനെക്കൊണ്ട് ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാക്കുന്നത് നിങ്ങളെ കാണിക്കുന്നതും എൻ്റെ കഴിവും ഉണ്ടല്ലോ. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കണ്ടിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടണമെങ്കിൽ. അത് ഗുഡ് ബൈ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിന് നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.